ആത്മഹത്യാശ്രമത്തിൽ ജോയിന്റ് കൌൺസിൽ നേതാവ് പ്രിജിത്തിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. പ്രിജിത്ത് ലൈംഗിക ചുവയോട് സംസാരിച്ചെന്നും പരാതി നൽകിയതോടെ മറ്റൊരു നേതാവായ സുജിത്ത് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇന്റേണൽ കമ്മിറ്റിയിൽ പറഞ്ഞത്. അത്രയ്ക്ക് മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം 1-2 പ്രാവശ്യം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്. ഇങ്ങനത്തെ സംസാരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പരാതി കൊടുത്തപ്പോൾ മാഡം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനമാക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പ്രാവശ്യം ഞാൻ ആ പരാതി കൊടുക്കാതെ തിരിച്ചു വന്ന വീണ്ടും ഉപദ്രവിക്കാനും ഇങ്ങനത്തെ വൃത്തിയായിട്ട വർത്തമാനങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ സഹിക്കാൻ പറ്റാണ്ട് ഇന്റേണൽ കമ്മിറ്റി പരാതി കൊടുത്തത്. ഇന്റേണൽ കമ്മിറ്റിയിൽ പരാതി കൊടുത്ത സമയത്താണെങ്കിൽ ഇന്റേണൽ കമ്മിറ്റി ആയതുകൊണ്ട് വേറൊരാളുടെ ഇടപെടൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കൊടുത്ത ആ പരാതിക്ക് ഇവരുടെ സംഘടനേൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട്, സുജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. PAO പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, പരാതി പിൻവലിക്കണം, പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ വിളിക്കുക ചെയ്തത്. പ്രജിത്ത്, സുജിത്ത് ഇവരാണ് ഈ സംഘടനേൻ്റെ ഇത്. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിൽ പ്രജിത്തിനെതിരെ പരാതി നൽകിയതിന് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്നും പ്രജിത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ പോലും പ്രജിത്ത് മോശമായി സംസാരിച്ചുവെന്ന് യുവതി ആരോപിക്കുന്നു. ഇത് പെൻഡിങ് നിൽക്കുന്ന സമയത്ത് പുള്ളീനെ ഓഫീസിൽ നിന്ന് മാറ്റണം എന്ന് വെച്ചാൽ അന്വേഷണത്തിൻ്റെ ആ ഒരു എൻക്വയറി പീരീഡിലെങ്കിലും പുള്ളീനെ ഒന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ സബ്മിഷൻ വെച്ചിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ പിന്നെ എനിക്ക് ലീവ് തരണം എന്ന് പറഞ്ഞിട്ടും സബ്മിഷൻ വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ലീവ് തന്നില്ല. പിന്നെ ലീവിൻ്റെ ലീവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും എന്നെ അറിയിക്കാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ക്രെഡിറ്റിലുള്ള ലീവ് എടുക്കുക ചെയ്തത്. പക്ഷെ അതിൻ്റെ ഒരു ഇൻറ്റിമേഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിന് അർഹതയുണ്ടോയെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്റേണൽ കമ്മിറ്റിയിൽ തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് SP ഓഫീസിലേക്ക് പരാതി കൊടുക്കാനും കാരണം, വനിതാ കമ്മീഷന് പരാതി കൊടുക്കാനും കാരണം. അതിൽ ചെന്നിരുന്ന സമയത്ത് പുള്ളി വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. കാരണം ഞാൻ പുള്ളീനെ കള്ളക്കേസ് കൊടുത്തു എന്ന് വെച്ചാൽ എല്ലാ തെളിവുകളും നമുക്ക് രേഖാപരമായിട്ട് തെളിവുകൾ ഉള്ളതിന് വരെ പുള്ളി എന്തൊക്കെയോ എന്നെ പറ്റി വളരെ മോശമായിട്ട്, എൻ്റെ സ്ഥിരം പരിപാടിയാണിത്, ട്രാൻസ്ഫർ തടയാൻ വേണ്ടിയാണ്. പിന്നെ പുള്ളി വ്യാജക്കത്ത് എന്നുള്ള പരാതി കൊടുത്തതിന് ശേഷമാണ് ഞാൻ പുള്ളിക്കെതിരെ ഇന്റേണൽ കമ്മിറ്റി കൊടുത്തത് എന്നൊക്കെയാണ് പറയണത്. പക്ഷേ എല്ലാ തെളിവുള്ളതാണ്. ഞാൻ കൊടുത്തതിന് ശേഷം പുള്ളി കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി കൊടുത്തിട്ടുള്ളത്. ആഷിഖ് റഹ്മാനുണ്ട് വിശദാംശങ്ങളുമായ. ആഷിഖ്, വിവരങ്ങൾ. അതിര വയനാട് കളക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവതിക്ക് നേരിട്ട ക്രൂര അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ പ്രതികരണമായി കേട്ടത്. 7 വർഷമായി ഇവിടെ വയനാട് കളക്ടറേറ്റിൽ ജോലി ചെയ്യുകയാണ് ഈ യുവതി. ശേഷം ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവസാന 1-2 വർഷങ്ങളിലാണ് യുവതിക്ക് ക്രൂരമായ ഒരു മാനസിക പീഡനം ഈ ഒരു ജോയിന്റ് കൌൺസിൽ നേതാവ് പ്രജിത്തിൽ നിന്നുണ്ടാകുമെന്നാണ് യുവതി പറയുന്നത്. പ്രധാനമായിട്ടും ഈ യുവതിയെ വലിയ രീതിയിൽ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്നെ സ്ഥലം മാറ്റും, അതായത് മന്ത്രിതലത്തിൽ നിന്ന് ഇടപെട്ട് സ്ഥലം മാറ്റുമെന്ന് ജോയിന്റ് കൌൺസിൽ നേതാവ് പ്രജിത്ത് പലപ്പോഴും തന്നെ മാനസികമായി തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പ്രധാനമായും ഈ അതായത് ഈ തൊഴിലാളി സംഘടന തമ്മിലുള്ള ചില തർക്കങ്ങളും ഇതിന്റെ ഭാഗമായൊന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം ഈ യുവതി നിലവിൽ NGO അസോസിയേഷൻ അംഗമാണ്. ഈ പ്രജിത്താവട്ടെ ജോയിന്റ് കൌൺസിലിലെ നേതാവ് കൂടിയാണ്. അങ്ങനെ വലിയ തരത്തിൽ ഈ ഇവർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു. തന്നെ വലിയ തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ പ്രജിത്ത് പല സമയത്തും ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു. ഇത് താൻ പരാതിപ്പെടാൻ പോയ സമയത്താണ് ഈ മേലധികാരി, അതായത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇടപെട്ടുകൊണ്ട് താൻ പരാതി നൽകേണ്ടതില്ല, പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യുവതിയെ പിന്തിരിപ്പിച്ചത്. പക്ഷേ വീണ്ടും ഈ ഒരു ലൈംഗിക ചുവയോടുള്ള സംസാരം ആവർത്തിച്ചതോടെയാണ് യുവതി പോലീസിൽ ആദ്യം ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് പരാതി നൽകിയത്. ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് പരാതി നൽകിയ സമയത്ത് സാധാരണ ഇത്തരത്തിൽ പരാതി വന്നാൽ അത് അന്വേഷണ നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ഇവർ നടപടി സ്വീകരിച്ചെങ്കിൽ പോലും ഈ പ്രജിത്തിന്റെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറായില്ലെന്നും തനിക്ക് അവധി പോലും നൽകിയില്ലെന്നും പറയുന്നുണ്ട്. ഈ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ആഭ്യന്തര പരാതി സമിതിയിൽ നിരവധി കാര്യങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും പരാതി നൽകി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഈ യുവാവിന് ആരാണ് വിധേയൻ അദ്ദേഹത്തെ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് മാറ്റി നിർത്തണമെന്നും യുവതിക്ക് വേണമെങ്കിൽ 1-2 മാസം ലീവ് തന്നെ നൽകണമെന്ന് ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു അവധിയും തനിക്ക് നൽകിയില്ലെന്നും ഇവർ പറയുന്നുണ്ട്. ഈ പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഈ സംഘടനയുടെ മറ്റൊരു നേതാവായ സുജിത്ത് തന്നെ ഭീഷണിപ്പെടുത്തിയതായും ഈ യുവതി പറയുന്നുണ്ട്. ഇതോടെയാണ് താൻ പോലീസിലടക്കം പരാതി നൽകിയത്. ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി തന്നെ കേൾക്കാൻ ഏകദേശം ഒരു മാസത്തോളം എടുത്തു. കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റിലാണ് ഈ യുവതി പരാതി നൽകിയത്. പക്ഷേ
പക്ഷേ സെപ്റ്റംബറോട് മാത്രമാണ് തന്റെ പരാതി കേൾക്കാൻ ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി വിളിച്ചത്. അതോടെയാണ് താൻ പോലീസിൽ തന്നെ പരാതി നൽകിയതെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഈ സംഘടനാ തലത്തിൽ പിടിപാടുള്ളതിനാൽ ഈ സജിത്തിനെതിരെ കേസെടുക്കാൻ അല്ലെങ്കിൽ നടപടിയെടുക്കാൻ ഈ ഉദ്യോഗസ്ഥർക്ക് ഭയമാണ്. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഒരു യുവതി ജോലി ചെയ്യുന്ന സമയത്ത് നേരിടുന്ന മാനസിക പ്രകടനം, പ്രത്യേകിച്ച് അത് ലൈംഗിക ചൂടുള്ള സംസാരം വന്ന സമയത്ത് ഇന്ത്യൻ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് പരാതി നൽകിയതിൽ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയത്. തുടർന്ന് ഇന്നലെ വനിതാ കമ്മീഷന് സിറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ സിറ്റിംഗിലും ഈ യുവതിയോട് ഈ പ്രജിത്ത് മോശമായി സംസാരിച്ചു. ഇവർ വ്യാജ ആരോപണങ്ങളാണ് ഉണ്ടാക്കുന്നത്, വ്യാജരേഖ ഉണ്ടാക്കി തനിക്കെതിരെ പരാതി നൽകി നടക്കുന്ന നിരവധി ആരോപണങ്ങൾ ഈ വനിതാ കമ്മീഷന്റെ സിറ്റിംഗിലും ഈ യുവതി ഉന്നയിച്ചതോടെയാണ് യുവതിക്ക് വലിയ രീതിയിൽ മാനസിക ഒരു പീഡനം ഉണ്ടായത്. തുടർന്നാണ് ഈ ഉച്ചയോടുകൂടി കൈഞ്ഞരമ്പ് മുറിച്ച് ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പിന്നീട് സഹപ്രവർത്തകർ കണ്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിക്കാനായത്. നിലവിൽ ആരോഗ്യസ്ഥിതിയെല്ലാം ഭേദമാണ്. അത് ഏതെങ്കിലും ആശ്വാസകരമായ കാര്യമാണെങ്കിൽ പോലും ഇവരെ നിലവിൽ കാടമ്പുഴയിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു യൂണിയൻ കല്ലിയുടെ ഭാഗമാണ്. തന്നോടുള്ള വ്യക്തിവിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടിയെടുക്കുന്നതാണ് ഈ യുവതി പ്രധാനമായും ആരോപണം ഉയർത്തുന്നത്. എന്തായാലും ഇന്നലെ NGO അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞത് ഈ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഈ ഒരു മാറ്റം തങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല, ഈ ഒരു യുവതിയെ മാറ്റിയതിനെ ഒരിക്കലും തങ്ങൾ അംഗീകരിക്കില്ല, തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിക്കുക. എന്തായാലും യുവതി ഇന്നലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു പക്ഷേ ആരോഗ്യസ്ഥിതി ശരിയായ ശേഷമായിരിക്കും ഒരു ഇനി ജോലിക്ക് വരിക. ജോലിക്ക് വരുന്ന സമയത്ത് പോലും വയനാട് കളക്ടറേറ്റിലാണോ അതോ സ്ഥലം മാറിയ സ്ഥലത്തേക്കാണോ യുവതി ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നാണ് ജോയിൻ ചെയ്യേണ്ടത് അവസാന ദിവസം. ഇന്ന് എന്തായാലും യുവതി ജോയിൻ ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ മറ്റൊരു ദിവസം ജോയിൻ ചെയ്യാൻ പോകും. അപ്പോൾ ഏത് തരത്തിൽ ഈ സമരവുമായി യൂണിയനിലേക്ക് മുന്നോട്ട് പോകുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ആതിര. ശരി, ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.